പുത്തൻ, ഇത് ചേട്ടന്റെ ആണോ? പിന്നല്ലാതെ. ചേട്ടാ, ഇത് നമുക്കൊന്ന് പ്രദർശിപ്പിച്ചാലോ? എടുത്തോ, പക്ഷെ തിരിച്ചു തരണം. പ്രദർശിപ്പിക്കാനാണെങ്കിൽ വേറെയും കുറെ സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ, എന്റെ അപ്പൂപ്പൻ മണലും മരപ്പശയും ചേർത്തുണ്ടാക്കിയ പാത്രമാ. ഇത് അപ്പൂപ്പന്റെ വഞ്ചി പുല്ലുകൊണ്ട ഉണ്ടാക്കിയതാ. ഹിഹി, അതും കൊള്ളാം. എല്ലാം കൂടി നമുക്ക് പൊക്കാൻ പറ്റില്ല. ഞാൻ ഷെരുവിനെ വിടാം. ഷെരുവിനെ കാണാനില്ലല്ലോ. ആ, വരുന്നുണ്ട്. എടോ, താൻ കരടിച്ചേട്ടന്റെ ഗുഹയിൽ പോയി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. ഒരു തണ്ണിമത്തൻ, ഒരു പാത്രം, ഒരു വഞ്ചി. ഇതൊക്കെ കൂടി ഞാൻ എങ്ങനെ കൊണ്ടുവരും? എളുപ്പമല്ലേ. ആദ്യം തണ്ണിമത്തൻ എടുത്ത പാത്രത്തിൽ വെക്കാം. പിന്നെ പാത്രം എടുത്ത വഞ്ചിയിൽ വെക്കാം. എന്നിട്ട് വഞ്ചി എടുത്ത് തലയിൽ വെക്കാം. ഹിഹി, ഈ എളുപ്പ വഴിയിലൂടെ ഏത് വലിയ ഭാരവും എടുക്കാം. ഹിഹി, എന്തു പറഞ്ഞാലും പിന്നെ സമ്മതിച്ചോളൂ. കിട്ടി സൂത്ര, താൻ പറഞ്ഞ എളുപ്പവഴി ഉഗ്രനാ. പറഞ്ഞതിലും കൂടുതൽ ഭാരം ഞാൻ എടുത്തു. ആദ്യം വഞ്ചിക്കകത്ത് പാത്രം വെച്ചു, പാത്രത്തിനകത്ത് തണ്ണിമത്തൻ വെച്ചു. തണ്ണിമത്തനകത്ത് പ്രദർശനം കാണാൻ കുറച്ച് കാണികളെയും കയറ്റി. നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഈ തണുപ്പ് വെറും തണുപ്പല്ല, ആനത്തണുപ്പാ. ആന പോലും വിറയ്ക്കുന്ന തണുപ്പ്. എന്റെ ചേട്ടന് ആനത്തണുപ്പ് വന്നതാ. ഇതിന് പുതപ്പ് തന്നെ വേണം. വേണോ? 5 മീനും 10 മുട്ടയും തന്നാ മതി. വേണ്ട, തണുപ്പ് കാലത്തെ ചൂടും ചൂടുകാലത്തെ തണുപ്പും തരുന്ന പുതപ്പാ. ആനത്തണുപ്പ് മാറാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എടോ, ഞാനെന്തോ മറന്നു തോന്നുന്നു. ഇപ്പൊ വരാം. എടോ, ആനത്തണുപ്പിന്റെ പുതപ്പ് എനിക്ക് വേണം. ഇതാ മീനും മുട്ടയും. പിന്നെന്താ, എന്റെ കൂടെ വാ. ഹിഹി, അതാ ആ ഗുഹയിലാ പുല്ലുപുതപ്പിനുള്ള പുല്ല്. 5 മീനും 10 മുട്ടയും കൊടുത്താ പണ്ട് എന്റെ ചേട്ടന് ആനപ്പുതപ്പ് വാങ്ങിയത്. ഇതുപോലെ പുല്ല് പറിച്ച് മരപ്പശ ചേർത്ത ശരീരം മുഴുവൻ ഒട്ടിച്ചാൽ പുല്ലുപുതപ്പായി. റെഡി. എങ്ങനെയുണ്ട്? ചൊറിഞ്ഞിട്ട് വയ്യ. ഇതിന് കളയാൻ എന്ത് ചെയ്യണം? ഇതേ സൂത്രം പ്രയോഗിച്ചാൽ മതി. ഏത് സൂത്രം? 5 മീനും 10 മുട്ടയും വാങ്ങി വേറെ ഏതെങ്കിലും മണ്ടന്റെ മുതുകിൽ ഒട്ടിച്ചാൽ മതി. ഹിഹി, കടിയന്റെ മോനെ കണക്ക് പഠിപ്പിക്കാൻ പോവുകയാ. പറ മോനെ, 1 1 എത്രയാ? 7. 7ഓ? അത് 1. ഇത് വേറെ 1. ഇപ്പൊ 7 ആയില്ലേ? സംഗതി ശരിയാണല്ലോ സൂത്ര. വേറെ ചോദ്യം. 2 തലയും പാമ്പിന്റെ 1 തല പോയാൽ ബാക്കി എത്ര തല? 2 തലയുള്ള പാമ്പുണ്ടോ? ഉണ്ടോന്ന് ഇന്നലെ ഞാൻ ഒരെണ്ണത്തിനെ ചുട്ടു തിന്നതല്ലേ? അതപ്പോ എനിക്കും കാണണം 2 തലയും പാമ്പിനെ. ഇപ്പൊ കാണണം. ഇപ്പൊ പറ്റൂല. അമ്പടാ, പിള്ളേരെ പറഞ്ഞു കൊതിപ്പിച്ചിട്ടേ ഇപ്പൊ പറ്റില്ലെന്നോ? കൊണ്ടുപോടാ 2 തലയും പാമ്പിനെ. ഇല്ലെങ്കിലുണ്ടല്ലോ, വെറുതെ പുളി പഠിച്ചിട്ടല്ലേ. ഒരു വഴിയുണ്ട്. അനിയന്മാരെ, കുറച്ചു നേരത്തേക്ക് ഈ കുഴലിലൊന്ന് കേറിയിരിക്കാമോ? മോനെ, 2 തലയും പാമ്പ് റെഡി. ഹായ്. എടാ മോനെ, കണക്കൊക്കെ പഠിച്ചോ? പഠിച്ചു. എന്നാൽ പറ, 2 തലയും പാമ്പിന്റെ 1 തല പോയാൽ ബാക്കി തല എത്ര? തലയില്ല. കണ്ടില്ല, 1 തല ഊരിയപ്പോ മറ്റേ തലയും കാണാനില്ല. എവിടെന്ന് കിട്ടിയടാ ഈ കണക്ക്? നിൽക്കണ അവിടെ. എന്റെ അനിയനെ ഇപ്പൊ വീട്ടിൽ കിട്ടണം. ചേട്ടാ, ഞങ്ങളൊരു സാധനം കാണാൻ പോവുകയാ. കടുവാപ്പല്ലിൽ ഒരു കുരങ്ങൻ പടം വെച്ചിട്ടുണ്ടത്രേ. അത് തെറ്റാ. കടുവയല്ല, പുലിയാ. അല്ല, കടുവയാ. അല്ല, പുലിയാ. ആരെങ്കിലും ആവട്ടെ, പടം വരച്ചു, അത്രയല്ലേ ഉള്ളൂ. ഇവൻ പറഞ്ഞത് തെറ്റാ. പടമല്ല, ശരിക്കും ശില്പമാ. ശില്പമല്ല, പടമാ. അല്ലല്ല, ശില്പമാ കൊത്തിയിരിക്കുന്നത്. അല്ല, പടമാ കൊത്തിയിരിക്കുന്നത്. മണ്ട, പടമാ കൊത്തിയത്. കൊത്തില്ല. പക്ഷിയോ പാമ്പോ ആണെങ്കിൽ കൊത്തും. കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ആ പടം കാണാൻ ജലദോഷക്കുന്നിൽ പോകുന്നു. തെറ്റ്. ജലദോഷക്കുന്നിലല്ല, മുക്കാൻകുന്നിലാ. അല്ല, ജലദോഷക്കുന്നിലാ. ഏതെങ്കിലും ആകട്ടെ, ഏതായാലും മൂക്കുവഴിയാണല്ലോ ജലദോഷം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പറയാം. ചേട്ടൻ വാങ്ങിക്കോ. പല്ലിൽ വരച്ച പടം. സംഗതി കൊള്ളാം. ഏത് കടുവയുടെ പല്ലിലാ? പണ്ടെങ്ങോ ചത്തുപോയ കടുവയുടെ പല്ല. അങ്ങനെ വേറെ പല്ല് കിട്ടിയാൽ വേറെ പടം വരപ്പിക്കാം. എനിക്ക് പണ്ടെങ്ങോ ചത്തുപോയ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. പക്ഷെ ചാവുമ്പോൾ പല്ലില്ലായിരുന്നു. എന്തിനാ വേറെ പല്ല്? ചേട്ടൻ കടുവയല്ലേ, ചേട്ടന് പല്ലില്ലേ? ചേട്ടൻ പണ്ടെങ്ങോ ചത്തിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അത് ശരിയാ, എന്റെ പല്ലിൽ വരപ്പിക്കാമല്ലേ. എന്ത് വരപ്പിക്കുന്ന കാര്യമാ ശരു? ചത്തവരുടെ പല്ലിൽ പടം വരയ്ക്കുന്ന കുരങ്ങളുണ്ടത്രേ. എന്റെ പല്ലിലും വരയ്ക്കാമോ എന്ന് ചോദിക്കാൻ പോവുകയാ. ഞങ്ങൾ പോയി ചോദിച്ചിട്ട് വരാം. സംഗതി സേഫാണോ എന്ന് നോക്കിയിട്ട് മതി വരപ്പിക്കലൊക്കെ, കേട്ടോ? ഞങ്ങൾ കണ്ടു, സൂപ്പർ പടമാ. ഇവൻ പറഞ്ഞത് തെറ്റാ. ശില്പമല്ല, പടം തന്നെയാ. ഇവൻ പറഞ്ഞതും തെറ്റാ. അങ്ങേരെ മുക്കംകുന്നിലാ, ജോഷക്കുന്നിലല്ല. ജീവനുള്ളവരെ ചെയ്യില്ലത്രേ. ചേട്ടൻ വന്ന് ഒന്ന് നിർബന്ധിച്ചാൽ മതി, സമ്മതിക്കും. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് തെറ്റാ.
ഇവിടെ ഏതാ മാന്ത്രിക മരപ്പൊത്ത്? മാന്ത്രിക മരപ്പൊത്തോ? അതെ, മുട്ടയിട്ടാൽ മാങ്ങ തരുന്ന മരപ്പൊത്ത്. ഹിഹി. അയ്യോ, ഞാൻ മുട്ടയിടാറില്ല. അതല്ലെന്നേ, മുട്ട മരപ്പൊത്തിൽ ഇടുന്ന കാര്യമാ പറഞ്ഞത്. ആ, ഇത് തന്നെ. ഈ മുട്ട അകത്തേക്കിട്ട് നോക്കാം. ഹിഹി, കണ്ടോ, മാങ്ങ വന്നു. ഓടിവാ, മുട്ടയിട്ടാൽ മാങ്ങ കിട്ടും. കിട്ടോ? ഹിഹി, പൊത്തിൽ ശേരി വിരിക്കുന്ന കാര്യം ഈ മണ്ടന്മാർ അറിഞ്ഞിട്ടില്ല. കിട്ടി കിട്ടി. അരമണിക്കൂർ കൊണ്ട് 10-100 മുട്ട കിട്ടും, ഉറപ്പാ. ഹിഹി. ചീഞ്ഞ മുട്ടയാണോ? എങ്കിൽ ചീഞ്ഞ മാങ്ങ കിട്ടും. മുട്ടത്തോടിട്ടാൽ മാങ്ങാത്തൊലി കിട്ടുമോ? പല്ലിമുട്ട ഇട്ടിട്ട കണ്ണിമാങ്ങായ കിട്ടിയത്. ഷെടാ, മാങ്ങയുടെ സ്റ്റോക്ക് തീർന്നു. ആ, പകരം മുട്ട തന്നെ തിരിച്ചു കൊടുക്കാം. ഞാൻ മുട്ടയിട്ടപ്പോ വേറെ മുട്ട കിട്ടി. ഞാനിട്ട് നോക്കട്ടെ. എനിക്കും മുട്ടയാ കിട്ടിയത്. പൊത്ത് കേടായതാ. മാങ്ങ ഇട്ട് നോക്കിയാലോ? മാങ്ങ ഇട്ടപ്പോഴും മുട്ട വന്നു. എന്തിട്ടാലും മുട്ടയാ. എന്നാ പിന്നെ ഒരു കല്ലിട്ടാലോ? മുട്ട മൊത്തം പൊട്ടി. ഇനി എന്തിനാ ഇരിക്കുന്നത്? ഇവന്മാരുടെ ഇടി കിട്ടുന്നതിന് മുമ്പ് മുങ്ങ. കല്ലിട്ടാൽ കടുവ വരുന്ന മരപ്പൊത്ത. അത്ഭുതം. സൂത്രൻ എന്താ ചെയ്യുന്നത്? സൂത്ര, എന്താ പണി? ഇഹി, പൊള്ളയായി ഈ മരത്തടി കണ്ടോ? ഇതിൽ കുറെ ക്യാരറ്റ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് തിന്നാൻ മുയൽ ഇതിനകത്ത് കയറും, എന്നിട്ട് ഇതിലേ പുറത്തിറങ്ങും. അപ്പോൾ ഞാനങ്ങ് പിടിക്കും, അത്ര തന്നെ. എന്നാൽ ഞാനും ഇരിക്കാം. വേണ്ട വേണ്ട, താൻ എന്തെങ്കിലും മണ്ടത്തരം ഒപ്പിക്കും. ആരും ഇത് അറിയരുത് കേട്ടോ. ഞാൻ അത്രയ്ക്ക് മണ്ടനാണോ? അമ്മോ, കടിയൻ സിംഹം. കടിയൻ സൂത്രനെ കണ്ടാൽ കുഴയും. എന്താടാ നോക്കുന്നത്? ഞാൻ മണ്ടനല്ലെന്ന് തെളിയിക്കാൻ പറ്റിയ അവസരം. ദാ ആ മരത്തടി കണ്ടോ? അതവിടെ വെറുതെ വെച്ചതാ കേട്ടോ. അപ്പൊ എന്താ കുഴപ്പമുണ്ടല്ലോ? ഹാവൂ, എന്റെ ഒരു ബുദ്ധി. ഇനി സമാധാനമായി ഒന്ന് നടന്നിട്ട് വരാം. ഹിഹി, 1-2 കുടുങ്ങിയ മട്ടുണ്ട്. നാശം, തലയൂരാൻ പറ്റുന്നില്ലല്ലോ. ശല്യം. എന്റെ അമ്മോ, ഭൂതം. ആരാടാ എന്റെ തലയിലിരുന്ന് കരയുന്നത്? വിശന്നിട്ട് വയ്യ. ഒരു വഴിയുണ്ട്, ഈ പഴം. പഴമോ? എനിക്കിഷ്ടമല്ല. ആഹാ, പഴം തിന്നാനല്ലല്ലോ പറഞ്ഞത്. ഇതുവരെ നമുക്ക് ഭക്ഷണം വാങ്ങാം. ഹിഹി. ചേട്ടാ, നല്ല ഔഷധ ഗുണമുള്ള പഴമാ വേണോ? വിലയായി 2 മുട്ട തന്നാൽ മതി. ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ കഴിച്ചാൽ നല്ല ആരോഗ്യം, ഓർമ്മ, അതൊക്കെ കിട്ടും. ചേട്ടനെയൊക്കെ നല്ല ആരോഗ്യത്തോടെ കണ്ട കാലം മറന്നു. അങ്ങനെ മറക്കാതിരിക്കാൻ ഈ പഴം കഴിച്ചാൽ മതി. കണ്ടിട്ട് ഫ്രഷ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. ഫ്രഷാ ചേട്ടാ, പക്ഷെ കണ്ടാൽ തോന്നുന്നില്ല. എനിക്ക് വേണ്ട. ഏറ്റില്ല. ഫ്രഷ് ആണെന്ന് തോന്നിക്കണം. അതിന് വഴിയുണ്ട്. പഴത്തിന് ചുറ്റും കിളികൾ പറന്നാൽ ഫ്രഷ് ആണെന്ന് തോന്നും. താൻ പോയി 2 കൊച്ചു കിളികളെ വിളി. ഇവരെ ഇന്ന് മൊത്തം പറക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. കൂലി 20 മണി നെല്ല്. അതൊക്കെ തരാം. അല്ല ചേട്ടാ, നല്ല ഫ്രഷ് പഴമാ. അല്ലെങ്കിൽ കിളി ചുറ്റും പറക്കുമോ? അത് ശരിയാ, പണി പറ്റി. എടോ, പഴത്തിന് ചുറ്റും ഇപ്പോഴും കിളി പറക്കുന്നു. മഹാശല്യമായി. അത് പഴം ഫ്രഷ്. എന്നാലും ഇങ്ങനെയുണ്ടോ പറക്ക്? താൻ വന്ന് നോക്ക. മോന് പഴം കൊടുത്തു, എന്നിട്ടും കിളി പോയിട്ടില്ല. ഒരു ദിവസം ഫുള്ള് പറക്കണമെന്ന് ശേരിക്കടുവ പറഞ്ഞിട്ടുണ്ട്.